ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാന്യ പ്രേക്ഷകർക്ക് ഇന്ന് മഹേഷ് ഹബ് അത് ക്ലിപ്പ് ഒന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. മമ്മൂട്ടി ബർത്ത്ഡേ. മമ്മൂട്ടിക്ക് ഇന്ന് സെപ്റ്റംബർ 7 മമ്മൂട്ടിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇതിൻ്റെ മഹേഷ് ഹബ് ചെയ്യാനുണ്ട്. ഇന്നത്തേക്ക് 73 ഇയേഴ്സാണ് മമ്മൂട്ടിയുടെ. പ്ലേസ് ചെന്തിരൂർ ഇസ്മായിൽ പനമ്പറമ്പിൽ, അച്ഛൻ്റെ പേരാണ്. അപ്പോൾ മമ്മൂട്ടി എന്ന സൃഷ്ടി, മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ കേരളത്തിൻ്റെ നായകനായിട്ട് കുറേ വർഷമായി. നമ്മുടെയൊക്കെ മനസ്സിലെ എന്നും മമ്മൂട്ടിക്കൊരു സ്ഥാനം അത് അവിടെ തന്നെ ഉണ്ടാവും. അതെവിടെയും പോവില്ല. അത് ലാലേട്ടൻ്റെയും മമ്മൂട്ടിൻ്റെയും ഒരേ ഹൈപ്പാണെങ്കിലും രണ്ട് തട്ടിലാണ്. രണ്ടും രണ്ട് തരക്കാരാണ്. പക്ഷെ മമ്മൂട്ടി എന്നാൽ നമുക്കൊക്കെ ഒരു ആക്ഷൻ കാണുമ്പോൾ, മമ്മൂട്ടിയുടെ ആക്ഷൻ ഇല്ലെങ്കിൽ എന്താണ്? മമ്മൂട്ടി ക്ലാസിക് ചെയ്താലും മമ്മൂട്ടി എന്ത് ചെയ്താലും അത് അതിൻ്റെതായൊരു രീതിയിലാണ് മമ്മൂട്ടിയുടെ സെലക്റ്റീവ് പടങ്ങൾ എന്ന് പറയാറുണ്ട്. ഒരു ഇന്ത്യൻ അഭിനേതാവും ചലച്ചിത്ര നിർമ്മാതാവും PA മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി. ജനനം സെപ്റ്റംബർ 7, 1951 അഭിഭാഷകനായി. ഒരു വക്കീലും കൂടിയാണ്. യോഗ്യത നേടിയെങ്കിലും 2 വർഷം മഞ്ചേരിയിൽ അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ട ശേഷം അഭിനയ രംഗത്ത് വേരുറപ്പിച്ച് 80കളുടെ തുടക്കത്തിൽ മലയാള ചിത്ര രംഗത്ത് ശ്രദ്ധ ആഗ്രഹിച്ചു വന്ന ഒരു നടനാണ്. നമ്മളെ പോലെയാണ് ഒരു ആഗ്രഹങ്ങൾ കണ്ട് മോഹൻലാൽ ഡയറക്റ്റ് ആഗ്രഹങ്ങളോ ഒന്നുമില്ലാതെ വന്നൊരു നായകനാണ് മമ്മൂട്ടി. അങ്ങനെയല്ല, ഈ ഫീൽഡിൽ ആഗ്രഹിച്ചു വന്നൊരു നടനാണ്. ജനനം 7 സെപ്റ്റംബർ 1951, അതായത് 72 വയസ്സ്. ചെമ്പ്, കോട്ടയം, കേരളം എന്ന സ്ഥലത്താണ്. ദേശീയ ഇന്ത്യ തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, എറണാകുളം ലോ കോളേജ്. ഇതിലാണ് LLB പാസ്സായിട്ടുള്ളത്. കലാലയം. തൊഴിൽ ചലച്ചിത്ര അഭിനേതാവ് എന്നാണ്. സജീവകാലം 1979 വരെ. ജീവിത പങ്കാളി സുൽഫത്ത്. കുട്ടികൾ സുറുമി, ദുൽഖർ സൽമാൻ. പുരസ്കാരങ്ങൾ നേടിയ പത്മശ്രീ വരെ നേടിയിട്ടുണ്ട്. 1988 പത്മശ്രീ നേടി. 1989 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 1994 മികച്ച നടനുള്ള ദേശീയ. 1999 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2010 ഡോക്ടറേറ്റ് കേരള സർവകലാശാല. 2010 ഡോക്ടറേറ്റ് കാലിക്കറ്റ് സർവകലാശാല. ഇങ്ങനെ പല അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു മെഗാ സ്റ്റാറാണ്. 3 പതിറ്റാണ്ടുകൾ സജീവ അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും 3 തവണ നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 12 തവണ ഫിലിംഫെയർ ദക്ഷിണേന്ത്യ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1998 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ച്. 2010 ജനുവരി കേരള സർവകലാശാലയിൽ നിന്ന് ഹോണററി ഡോക്ടർ ലഭിച്ച ഇന്ത്യത്തെ ആദ്യ വർഷം. ഡിസംബറിൽ തന്നെ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാലയും അന്തരിച്ചു. മലയാളത്തിലെ പ്രമുഖ ചാനൽ ശൃംഖലയായ മലയാള കമ്മ്യൂണിക്കേഷൻ രൂപീകരിച്ച മുതൽ മമ്മൂട്ടി ചെയർമാനാണ്. കൈരളി TV, പീപ്പിൾ V എന്ന ചാനലുകൾ മലയാള കമ്മ്യൂണിക്കേഷൻ കീഴിലുള്ളതാണ്. കേരള സർക്കാരിൻ്റെ ID പ്രോജക്റ്റുകളിലെ അക്ഷയ ഗുഡ്വിൽ അംബാസഡറുമാണ് മമ്മൂട്ടി. അത്ഭുത രോഗികളെ സഹായിക്കുന്ന പെയിൻ പാലിയേറ്റ് കെയർ എന്ന ചാരിറ്റി സംഘടനയുടെ പേട്രൺ കൂടിയാണ് മമ്മൂട്ടി. അങ്ങനെ സിനിമാ ജീവിതത്തിൽ എന്താണ് മമ്മൂട്ടി എന്ന് നമുക്കറിയണം. അതിനെക്കുറിച്ചും നമ്മൾ അറിയേണ്ട കാര്യമാണ്. കുറേ പുരസ്കാരങ്ങൾ നേടിയ ഒരു നടനും കൂടിയാണ്. 3 തരത്തിലൊക്കെ ദേശീയ പുരസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ഫിലിംഫെയർ അവാർഡുകൾ, അങ്ങനെ പല ഇയേഴ്സിലായി
അവാർഡുകളും ഒരുപാട് നേടിയ ഒരു നായകനും കൂടിയാണ്. അതായത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് ലാലേട്ടനും മമ്മൂക്കയാണ്. അതേ ഒരു പവർ തന്നെയാണ് മമ്മൂക്കയ്ക്കും. മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ പ്രായം, ആ ഏജിനൊത്ത് കളിക്കാനുള്ള ഹെൽത്തിന്റെ ഡാൻസ് കാര്യത്തിൽ മമ്മൂട്ടി ഇത്തിരി വീക്കാണ്. പെർഫോമർ ആണെങ്കിൽ ഒരു അഭിനേതാവിൽ നിന്ന് മികച്ചൊരു പെർഫോമറാണ്. മറ്റ് കലാലയത്തിൽ ലാലേട്ടനേക്കാളും മികച്ചതെന്ന് പറയാൻ കഴിയില്ല. കുറെ കുറവുകളുണ്ടെങ്കിലും കുറെ അഭിനയ രീതി കൊണ്ട് നെട്ടിപ്പിച്ച പല ക്യാരക്ടേഴ്സും മമ്മൂട്ടിയിലുണ്ട്. അത് മമ്മൂട്ടിക്ക് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ മായഷപ്പ് എന്ന് പറയുന്ന നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ വീഴുവാണ്. എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും. അപ്പോ കണ്ടല്ലോ. അപ്പോ 2024 സെപ്റ്റംബർ 7 മമ്മൂട്ടിയുടെ പിറന്നാൾ. അപ്പോൾ ഈ വർഷം കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. അത് മലയാളിയുടെ മനസ്സിൽ അങ്ങ് നിൽക്കുന്ന ഒരു സംഭവമാണ് മമ്മൂട്ടിയുടെ ജന്മദിനം. കാരണം നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്, അവരെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് ആഘോഷിക്കുക എന്നതാണ് മലയാളികൾ കണ്ട. അത് നല്ലതാണോ മോശമാണോ? അത് ഉള്ളിൽ ചികഞ്ഞ് നോക്കാൻ നിൽക്കുന്നില്ല. ഇപ്പോ സിനിമാ രംഗത്ത് അടിച്ചാക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഹേമ റിപ്പോർട്ടിന്റെ പേരിൽ പല തെറ്റിദ്ധരിപ്പിക്കലുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലുള്ള മുഖങ്ങൾ മായത്തില്ല. അത് ലാലേട്ടനായാലും മമ്മൂക്കയായാലും ആ ബിംബം അങ്ങനെ തന്നെ ഉണ്ടാവും. അത് പക്ഷെ അതിൽ നിന്നൊരു മാറ്റം നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റാൻ ഇടയാവരുത് എന്ന് മാത്രമേ. അതൊരു സ്നേഹമാണ്, അതൊരു വാത്സല്യമാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊന്നും കിട്ടാത്ത ഒരു അപൂർണമായ ഭാഗ്യമാണ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത്. അപ്പോൾ അത് മമ്മൂക്കക്ക് കിട്ടുമ്പോൾ മലയാളികൾ ആഘോഷിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. പീപ്പിൾ ഹാവ് റെസ്പെക്ട്. ആ ഒരു റെസ്പെക്റ്റ് മാത്രമാണ്. കൂടുതൽ ഇഷ്ടപ്പെടാൻ ഇവർ ദൈവങ്ങളല്ല, പക്ഷേ നമുക്ക് ഇവരെക്കാൾ വലിയവരാവാൻ പറ്റില്ല. ഇവരെ മുകളിലേക്ക് പറക്കാനും നമുക്കിനി പറ്റില്ല. ഇവർ വളർന്നു വന്നവരാണ്, ഇവർ ആ ഒരു മേഖല കീഴടക്കിയവരാണ്. അപ്പോൾ ആ ഒരു ബഹുമാനമാണ് ഇവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഇവർക്ക് വലിയ മാജിക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പീപ്പിൾസ് ആർ ചോയ്സ്. അപ്പൊ പീപ്പിളെ സ്നേഹിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഹ്യൂമനെ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആ ഒരു ഇഷ്ടമാണ് ലാലേട്ടനും മമ്മൂക്കക്കും കൊടുക്കുന്നത്. ഒരുപോലെയാണ് ആ ഒരു സ്നേഹത്തിന്റെ. ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവൊന്നുമില്ല. രണ്ടാൾക്കും ഈക്വലായ സ്നേഹം തന്നെയാണ്. ഞാനൊന്നും ഇതുവരെ മമ്മൂട്ടിയും മോഹൻലാലിനും കാണാൻ പറ്റില്ല. ഒരിക്കലെങ്കിലും കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാണാനുള്ള എങ്ങനെയാണ് കാണുക എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ഒരു നടന്മാരെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എന്തിന് ഇതൊക്കെ പറയുന്നു? അവരോടുള്ള ഒരു ഇഷ്ടം, അവരെ നേരിട്ട് കാണാനൊക്കെ വളരെ ആഗ്രഹമുണ്ട്. ഒരു സെൽഫി എടുക്കണമൊക്കെ വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാര്യത്തെ ചിന്തിക്കുമ്പോൾ നമുക്കത് പറ്റുന്നില്ല. അവരെ എത്തിപ്പെടാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളും
ആ ഒരു ജീവിതത്തിലെത്തണം. നമുക്കും ആഗ്രഹമുള്ള ഫീൽഡ് തന്നെയാണ് സിനിമയും സിനിമ ഫീൽഡും. പക്ഷെ മമ്മൂക്കയും ലാലേട്ടനും ആ എടുത്തു വെച്ച ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ക്രെഡിബിലിറ്റി തകരാതെ സൂക്ഷിക്കണം. അതാണ് ഇൻഡസ്ട്രിക്ക് വേണ്ട ഏറ്റവും നല്ല ബഹുമതി. അത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുക്കുക. അതാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇത്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ മമ്മൂട്ടിയുടെ വീട് വരെ ഒരിക്കൽ പോയിരുന്നു. മമ്മൂട്ടിയുടെ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും, പക്ഷെ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അത് വിചിത്രമായൊരു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും, നമ്മളങ്ങനെയാണ്. നമ്മളൊരു കണ്ണൂരുകാരനാണ്. അപ്പം നമ്മളുടെ ജീവിത ശൈലി നമുക്ക് ആരെയും ബന്ധപ്പെടാൻ പറ്റില്ല. ആരെയും ഒരു ഉദ്ഘാടനം പോലും കാണാറില്ല എന്നാണ്. കാരണം നമുക്ക് നമ്മുടെ പ്രൊഫഷൻ അത്ര യോജിച്ചില്ല. നമ്മളെ ജീവിത രീതി തന്നെ നിങ്ങൾ ഇപ്പം കാണുമ്പോൾ നമ്മൾ വലിയവരാണെന്ന് തോന്നും. നോ, ലോക്കലാണ്. നമ്മളൊക്കെ ചെറിയ രീതിയിൽ വളരുന്നവരാണ്. ഇപ്പം യൂട്യൂബിൽ കൂടി വളരാനുള്ള ഒരാഗ്രഹം, സ്വപ്നമാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ഡ്രീം. ആ ഒരു സ്വപ്നമാണ് മമ്മൂട്ടി സാധിച്ചത്. ആ ഒരു സാധ്യത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കുള്ള ആഗ്രഹം. എല്ലാ മനുഷ്യനും ഒരു ഫെയിം നേടുക, ഒരു ഫെയിം ഉണ്ടാക്കുക എന്നത് ചരിത്രമാകുന്നതാണ്. അത് ഉണ്ടാക്കണമെന്നത് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാകുന്നതാണ്. അതറിയണം. ആ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആർക്കും പറ്റാറില്ല. എനിക്കും എൻ്റെ ഐഡന്റിറ്റി അറിയണം. അത് എനിക്കിഷ്ടം. അതെന്തുകൊണ്ട് നമ്മളെത്തുന്നില്ല? അവരെക്കാളല്ല, അവരെ അടുത്തെങ്കിലും എത്താൻ നമുക്ക് പറ്റണം. അത് വളരെ ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ ഒരാൾ കൈതന്നാൽ എനിക്കത് വളരെ സന്തോഷവും, അവരോട് ഞാൻ കനിവുള്ളവനായിരിക്കും. ഒരിക്കലും അവർക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധമാവില്ല ഞാൻ. അവർക്ക് എന്നെ ഉപയോഗിക്കാം, ഞാൻ അവരെ ഉപയോഗിക്കും. എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ദ്രോഹിക്കില്ല. പക്ഷെ എന്നെ ഇഷ്ടപ്പെടാത്തവരെ ഞാൻ, അങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവരെയും സ്നേഹിക്കണമെന്നാണ്. പക്ഷെ മനസ്സിൽ ഇഷ്ടക്കേടുണ്ടെങ്കിലും മുഖത്തത് കാണിക്കില്ല. അതാണ് ഒരു ശരാശരി ഹ്യൂമൻ വേണ്ടത്. നമ്മളത് പ്രകടിപ്പിക്കണ്ട. ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചാലും മതി. നമ്മളത് വെറുതെ ഇങ്ങനെ പുറന്തള്ളി നിൽക്കണ്ട. എന്തിനാണ്? അത് പ്രതികരിക്കാനും പാടില്ലാത്തതാണ്. അതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ മാഷപ്പ് കണ്ട് കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ടോപ്പ് 10 യൂട്യൂബ് ചാനലിൻ്റെ പവർ. അത് നിങ്ങൾ നിലനിർത്തണം. ബൈ ഫോർ അവർ.